മക്കളെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ ദ റിയാക്ഷൻ സീക്വൻസ് ഗിവൺ ബിലോ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് ഓർ ആർ. നമ്മൾ സൈക്ലോഹെക്സീൻ തന്നിട്ടുണ്ട്. സൈക്ലോഹെക്സീൻ വിത്ത് HBr ഏതാ റിയാക്ഷൻ? ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ അല്ലേ? അപ്പൊ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടത്തി എനിക്ക് ഇവിടെ എന്ത് വന്നു? ഇവിടെ Br വന്നു. സിമെട്രിക് ആയതുകൊണ്ട് Br മുകളിലായാലും താഴെയായാലും കണക്ക് തന്നെയാണല്ലോ. ഇതാണ് നമ്മുടെ P. ഇവിടുന്ന് അടുത്തത് അവർ പറയുന്നത് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ നടത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷനിൽ സോഡിയം അയഡൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നു ഇൻ ഡൈമീഥൈൽ ഈതർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ റിയാക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? സൈക്ലോഹെക്സെയിൻ അയഡിൻ, അയഡോസൈക്ലോഹെക്സെയിൻ കിട്ടുന്നു. നെക്സ്റ്റ് എന്താണ്? സ്വാർട്സ് റിയാക്ഷൻ ആണ്. സ്വാർട്സ് റിയാക്ഷനിൽ നമുക്ക് ഒരുപാട് റിയേജൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ? ഫ്ലൂറൈഡുകളുടെ ഇപ്പം കൊബാൾട്ട് ഫ്ലൂറൈഡ് ഉണ്ട്, സിൽവർ ഫ്ലൂറൈഡ് ഉണ്ട്, അതേപോലെ തന്നെ ടിൻ ഫ്ലൂറൈഡ് ഉണ്ട്. ഇതിൽ SbF5, Sb2F5, അതേപോലെ AgF2, അങ്ങനെ Ag2F2, അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂറൈഡ്സ് ഉണ്ട്. ഇതിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ എന്താ നമുക്ക് കിട്ടുക? സ്വാർട്സ് റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ ബ്രോമിൻ, വിൽ ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ ഫ്ലൂറിൻ അല്ലെ? ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ, അതായത് ഇത് ഏത് ടോപ്പിക്കിലാണ് വന്ന ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് പ്രാക്ടിക്കലി ആൽക്കൈൽ അയഡൈഡ് ഉണ്ടാക്കാനും ആൽക്കൈൽ ഫ്ലൂറൈഡ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഫ്ലോറൈഡോ ബ്രോമൈഡോ ഒക്കെ ആൽക്കഹോൾ നമുക്ക് ഡയറക്ട്ലി ഈൽഡ് കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അയഡൈഡിന്റെ കേസിലൊക്കെ കുറെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. റിവേഴ്സിബിലിറ്റി ഓഫ് ദ റിയാക്ഷൻ ഒക്കെ അതിന്റെ പല കണ്ടീഷൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ കാർബൺ ഫ്ലൂറിൻ ബോണ്ട് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസിലൂടെയാണ് ഈ രണ്ട് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് റിയാക്ഷൻസ് ആണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷൻ. ഇതാണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പം ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ടുകളൊക്കെ കിട്ടി, നമുക്ക് Q കിട്ടി, നമുക്ക് R കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ നോക്കൂ. ഇതില് PQR കുറിച്ച് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏതിലൊക്കെ ശരി എന്നുള്ളത് നോക്കേണ്ടത്. ആദ്യം അവർ CX ബോണ്ടാ തന്നെ. CX ബോണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം CI ബോണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ CBr ബോണ്ട് ഗ്രേറ്റർ ദാൻ CF ബോണ്ട്. കാരണം അറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? ബോണ്ട് ലെങ്ത് കൂടും നമുക്കറിയാം. അപ്പൊ ഇതാണ് CX ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡർ. അപ്പൊ ആ ഓർഡർ ബേസ് ചെയ്ത് ഞാൻ എഴുതുകയാണെങ്കിൽ Q ഗ്രേറ്റർ ദാൻ P ഗ്രേറ്റർ ദാൻ R എന്ന് വരണം. Q ഗ്രേറ്റർ ദാൻ P ഗ്രേറ്റർ ദാൻ R എന്ന് വരണം. Q ഗ്രേറ്റർ ദാൻ P ഗ്രേറ്റർ ദാൻ R എന്ന് വരണം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. നമ്മളോട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന ചോദ്യം. CX ബോണ്ട് എന്താൽപി നമുക്കറിയാം. ബോണ്ട് ലെങ്ത് കുറവുള്ള ആൾക്കാണ് ബോണ്ട് എന്താൽപി കൂടുതൽ. അപ്പൊ ബോണ്ട് എന്താൽപിയുടെ ഓർഡർ എങ്ങനെ വരിക? R ഗ്രേറ്റർ ദാൻ P ഗ്രേറ്റർ ദാൻ Q എന്ന് വരണം. R ഗ്രേറ്റർ ദാൻ P ഗ്രേറ്റർ ദാൻ Q എന്ന് വരണം. RPQ കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. അടുത്ത് നോക്കുക, റിലേറ്റീവ് റിയാക്ടിവിറ്റി ടുവേർഡ് SN2. അപ്പൊ SN2യുടെ റിലേറ്റീവ് റിയാക്ടിവിറ്റി ഇസ് ഡിസൈഡഡ് ബൈ ദ ലിവിംഗ് ഗ്രൂപ്പ് എബിലിറ്റി ഓഫ് ദീസ് ഹാലൈഡ്സ് അല്ലെ? ഈ ലിവിംഗ് ഗ്രൂപ്പ് എബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആർക്കാണ് ലിവിംഗ് ഗ്രൂപ്പ് എബിലിറ്റി കൂടുതൽ? നമുക്കറിയാം I-, പിന്നെ Br-, പിന്നെ F-. അപ്പൊ അതിന്റെ ഓർഡർ എങ്ങനെയാ വരിക? QPR എന്നാണ് അതിന്റെ ഓർഡർ വരേണ്ടത്. സോ ആ ഓർഡർ അല്ല കൊടുത്തിട്ടുള്ളത്. സോ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ദ pK വാല്യൂ ഓഫ് ദി കോൺജുഗേറ്റ് ആസിഡ്, ഇവന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താ? HI, HBr, HF അല്ലെ? ഇതാണ് അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആയിട്ട് വരിക. അപ്പൊ കോൺജുഗേറ്റ് ആസിഡിന്റെ Ka വാല്യൂ എങ്ങനെ വരിക? Ka വാല്യൂ ഇങ്ങനെ വരിക, അസിഡിക് സ്ട്രെങ്ത്. അപ്പൊ pK വാല്യൂ എങ്ങനെ വരിക? pK വാല്യൂ നേരെ തിരിയണം. അപ്പൊ HA, HBr, HF ഇതാണ് ഓർഡർ. എന്ന് വെച്ചാൽ R, then comes P, then comes Q. അപ്പൊ നമുക്ക് വരേണ്ടത് RPQ എന്നാ വരേണ്ടത്. പക്ഷെ വന്നിരിക്കുന്നത് RQP എന്നാണ്. സോ ഇതും തെറ്റാണ്. സോ ഈ ഏരിയയിൽ നമുക്ക് ആകെ ഒരു ആൻസറേ വരുന്നുള്ളൂ. ഈവൻ ദോ ഇറ്റ് ഇസ് മൾട്ടിപ്പിൾ ചോയ്സ് കറക്റ്റ് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് ഒരു ആൻസർ മാത്രമേ അതിലുള്ളൂ. ഓക്കെ അല്ലേ?